ഗുഡ് മോർണിംഗ്. മറ്റൊരു സുവോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. +1 സുവോളജി സെക്കൻഡ് ചാപ്റ്റർ അനിമൽ കിങ്ഡം, അതിൻ്റെ അവസാനത്തെ പാർട്ട് വീഡിയോ ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത് ഡിഫറൻറ്റ് നോൺ കോഡേറ്റ് ഫൈലംസിനെ പറ്റിയാണ്. ഫൈലം പോറിഫറ മുതൽ എക്കിനോഡെർമേറ്റ വരെയുള്ള നോൺ കോഡേറ്റയും അതേപോലെ തന്നെ ഹെമി കോഡേറ്റ എന്നൊരു ഫൈലത്തെ പറ്റിയുമായിട്ടുള്ള 10 ഡിഫറൻറ്റ് ഫൈലംസാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫൈലം കോഡേറ്റയുടെ സബ് ഫൈലം വെർട്ടിബ്രേറ്റയാണ്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്താണ്? കോഡേറ്റ് പൊസസ് ചെയ്യുന്ന അല്ലെങ്കിൽ നോട്ടോകോഡ് പൊസസ് ചെയ്യുന്ന ഓർഗാനിസമാണ് കോഡേറ്റ് എന്ന് വിളിക്കുന്നത്. ആ കോഡേറ്റ് ഏതൊക്കെയാണ്? അവ 3 സബ് ഫൈലമുണ്ട്. യൂറോകോഡേറ്റ, സെഫാലോകോഡേറ്റ ആൻഡ് വെർട്ടിബ്രേറ്റ എന്നിങ്ങനെ 3 ആയിട്ടുണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്. അതിൽ യൂറോകോഡ് നമ്മൾ പഠിച്ചു. എന്താണ് നോട്ടോകോഡ് ഇൻ ദ ടെയിൽ റീജിയൻ, പിന്നെ ഹെഡ് ടു ടെയിൽ ആണെങ്കിൽ സെഫാലോകോഡേറ്റ, പിന്നെ നോട്ടോകോഡ് എംബ്രോണിക് കണ്ടീഷനിലും അഡൾട്ട് ആവുന്ന സമയത്ത് ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ വെർട്ടിബ്രൽ കോളം ആണെങ്കിൽ ദ ആർ കോൾഡ് വെർട്ടിബ്രേറ്റ എന്ന് പറഞ്ഞു. പിന്നെ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി പറഞ്ഞിരുന്നു, ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ് ബട്ട് ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്. നമ്മൾ പറഞ്ഞിരുന്നു നോട്ടോകോഡ് ഉള്ളവയാണ് കോഡേറ്റ്. അതിൽ ഏതൊക്കെ വരും? യൂറോകോഡേറ്റ, സെഫാലോകോഡേറ്റ, വെർട്ടിബ്രേറ്റ. വെർട്ടിബിൾ കോളം ഉള്ളത് മാത്രമാണ് വെർട്ടിബ്രേറ്റ് എന്ന ഗ്രൂപ്പിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നോട്ടോകോഡ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് സിമിലർ ടു വെർട്ടിബിൾ കോളം, നമ്മുടെ ബാക്ക് ബോണുമായിട്ട് സിമിലാരിറ്റി ഉണ്ട്. ബട്ട് എംബ്രിയോണിക് കണ്ടീഷനിൽ നോട്ടോകോഡ് ഉള്ള ജീവികൾ ഏതൊക്കെ വരും? യൂറോകോഡേറ്റ, സെഫാലോകോഡേറ്റ, വെർട്ടിബ്രേറ്റ. അഡൽട്ട് കണ്ടീഷൻ ആകുമ്പോൾ നോട്ടോകോഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ ഹാർഡ് വെർട്ടിബിൾ കോളം. അതുകൊണ്ടാണ് ഇവയെ വെർട്ടിബ്രേറ്റ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സബ് ഫൈലം വെർട്ടിബ്രേറ്റയെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്തൊക്കെയാണ് സബ് ഫൈലം വെർട്ടിബ്രേറ്റയിൽ കാണുന്ന ജീവികൾ എന്ന് നോക്കാം നമുക്ക്. നിങ്ങൾക്ക് ഡയഗ്രം നോക്കിയാൽ കുറച്ചും കൂടി ക്ലിയർ ആവും. ഏതൊക്കെയാണ്? ഫിഷസ് ഉണ്ട് അതിൽ, അല്ലേ? നമ്മൾ ഫസ്റ്റ് ഡയഗ്രം ഫിഷസിനെ പോലെ തോന്നുന്നുണ്ട്. സെക്കൻഡ് ഫിഷാണ്. തേർഡ് ഫ്രോഗ് വരുന്ന ആംഫീബിയൻസ്. ഫോർത്ത് ഏതാണ്? ക്യാംലിയോൺ, നമ്മുടെ റെപ്റ്റൈൽസ് വരുന്നുണ്ട്. പിന്നെ ബേഡ്സ്, മാമൽസ്, ഇവയൊക്കെ വരുന്ന ഗ്രൂപ്പാണിത്. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സ് ഉൾപ്പെടെയുള്ള ജീവികൾ വരുന്ന ഗ്രൂപ്പാണ് വെർട്ടിബ്രേറ്റ. ഒരു കോമൺ ക്യാരക്ടർ എന്താണ് ഇവയുടെ വെർട്ടിബ്രേറ്റയുടെ? ദേ ഹാവ് ബാക്ക് ബോൺ. ബാക്ക് ബോൺ ഉള്ള ഓർഗാനിസംസ് ആണ് സബ് ഫൈലം വെർട്ടിബ്രേറ്റയിൽ വരുന്നത്. ഇവ എങ്ങനെയാണ് നോൺ കോഡേറ്റുമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്, വ്യത്യാസമുള്ളത്? നമ്മൾ പറഞ്ഞിരുന്നു കോഡേറ്റക്ക് നോട്ടോകോഡ് ഉണ്ട്, നെർവ് കോഡ് ഉണ്ട്, ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ് ഉണ്ട്, കൂടാതെ പോസ്റ്റ് എനൽ ടെയിൽ ഉണ്ട്, അതേപോലെ തന്നെ വെൻട്രൽ ഹാർട്ടുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നോട്ടോകോഡുമായിട്ടുള്ള കമ്പാരിസൺ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചർച്ച ചെയ്താണ്. നമുക്ക് നോക്കാം എന്താണ് സബ് ഫൈലം വെർട്ടിബ്രേറ്റയുടെ ക്ലാസിഫിക്കേഷൻ, മറ്റു കാര്യങ്ങളിലേക്കും പോവാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണിത്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇത് ചില ഭാഗങ്ങൾ നമുക്കത് കാണാൻ പറ്റും. കുറച്ച് ഇതിൽ ചില ഭാഗങ്ങൾ പരീക്ഷയ്ക്ക് ബ്ലാങ്ക് ആയിട്ട് വിട്ടുകൊണ്ട് ഫിൽ ദ ബ്ലാങ്ക്സ് എ ഓർ ബി അങ്ങനെ ചോദിക്കാം. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കേണ്ട കേസാണ്. നമുക്ക് നോക്കിയാൽ കൃത്യമായിട്ട് പറയാൻ പറ്റും. വെർട്ടിബ്രേറ്റ ഈസ് സബ് ഡിവൈഡ് ഇൻറ്റു 2. ദേ ആർ അഗ്നാത്ത ആൻഡ് ഗ്നാത്തോസ്റ്റൊമേറ്റ. വെർട്ടിബ്രേറ്റ 2 ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? അഗ്നാത്ത, ഗ്നാത്തോസ്റ്റൊമേറ്റ. എന്താണ് അഗ്നാത്ത മീൻസ്? ജോലെസ്. എന്താണ് ജോലെസ് എന്ന് പറഞ്ഞാൽ? ജോ ഇല്ലാത്തത്, അതായത് ഓപ്പൺ മൗത്ത്. നിങ്ങൾ ഈ ഡയഗ്രം നോക്കിയേ, ഈ ഒരു ഓർഗാനിസിൻ്റെ ഫസ്റ്റ് ഡയഗ്രം നോക്കിയേ. ഒരു ഫിഷ് പോലെ ഉണ്ടോ എന്ന് വെച്ചാൽ ഫിഷ് പോലെ ഉണ്ട്, പക്ഷേ അതിനെന്തില്ല? ജോ ഇല്ല. മൗത്ത് ഈസ് ഓപ്പൺ. അതിൻ്റെ മൗത്ത് എപ്പോഴും ഓപ്പൺ ആയിരിക്കും. നമ്മുടെയൊക്കെ മൗത്ത് എങ്ങനെയാണ് ക്ലോസ് ആവുന്നത്? വിത്ത് ഹെൽപ്പ് ഓഫ് ജോസ് ആണ്. ലിപ്സ് ഉണ്ട്. ഇത് ജോസ് ഇല്ലാത്തത് കൊണ്ട് ഓപ്പൺ മൗത്തായിരിക്കും. ആ ഓപ്പൺ മൗത്തുള്ളവയാണ് അത് ഗ്രൂപ്പിൽ പെടുത്തിയത് അഗ്നാത്ത എന്നൊരു ഗ്രൂപ്പിൽ പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ വെർട്ടിബ്രേറ്റ് 2 ഗ്രൂപ്പ്, അഗ്നാത്ത, ജോലസ്.
ഗ്നാത്തോസ്റ്റൊമാറ്റ മീൻസ് ബിയേഴ്സ് ജോസ്. അപ്പോൾ ഗ്നാത്തോസ്റ്റൊമാറ്റയ്ക്ക് എന്തുണ്ട്? ജോ ഉണ്ട്, അതായത് മൗത്ത് ക്ലോസ്ഡ് ആണ്. ഓക്കെ, ഇനി നോക്കാം. നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും, പക്ഷേ നമ്മളിപ്പോൾ വായ എങ്ങനെയാണ് വെറുതെ ഇരിക്കുമ്പോൾ തുറന്ന് പിടിച്ചിട്ടുണ്ടോ? എല്ലാവരും ഒന്നും ഇല്ലല്ലോ, ചില സമയത്ത് ചിലപ്പോൾ തുറന്ന് നോക്കുന്നുണ്ടാവും സ്വപ്നം കാണുമ്പോൾ. പക്ഷേ നമ്മൾ നോർമൽ ഇത് എങ്ങനെയാണ്? മൗത്ത് ക്ലോസ്ഡ് ആണ്. ഓപ്പൺ മൗത്ത് ആണെങ്കിൽ അഗ്നാത്ത. അഗ്നാത്ത എന്ന ഗ്രൂപ്പിൽ വരുന്ന ഏത് ക്ലാസ്സേ ഉള്ളൂ? സൈക്ലോസ്റ്റൊമാറ്റ. ഇപ്പോൾ വെർട്ടിബ്രേറ്റയിലെ ഡിവിഷൻ അഗ്നാത്തയിൽ ഏതേ ഉള്ളൂ? സൈക്ലോസ്റ്റൊമാറ്റ എന്നൊരു ക്ലാസ് മാത്രമേ ഉള്ളൂ. ഇനി ഗ്നാത്തോസ്റ്റൊമാറ്റ നോക്കിയാൽ നിങ്ങൾ, ഗ്നാത്തോസ്റ്റൊമാറ്റയിൽ 2 സൂപ്പർ ക്ലാസ് ഉണ്ട്. അതൊക്കെയാണ് സൂപ്പർ ക്ലാസ് പിസസ് ആൻഡ് സൂപ്പർ ക്ലാസ് ടെട്രാപോഡ. എന്താണ് പിസസിൻ്റെ സ്പെഷ്യാലിറ്റി? ദേ ബെയർ ഫിൻസ്. എന്താണ് ഫിൻസ്? വാട്ട് യു മീൻ ബൈ ഫിൻസ്? ഫിൻസ് മീൻസ് നമ്മുടെ ഇതാണ് ഫിഷിൻ്റെ ചിറകുകളാണ്. ഫിഷിൻ്റെ ചിറകുകളാണ് ഉദ്ദേശിച്ചത് ഫിൻസ്. അപ്പോൾ ഫിൻസ് ഉള്ള ജീവികൾ ഏതാണ്? പിസസ്. മെയിൻലി ഫിഷസ് ആണത്. പിന്നെ ടെട്രാപോഡ മീൻസ് ബിയർ ലിംസ്. ടെട്രാ മീൻസ് 4, പോഡ്സ് മീൻസ് ലെഗ്സ് എന്നാണ്. 4 ലെഗ്ഡ് ഓർഗാനിസം അല്ലെങ്കിൽ ലെഗ് ഉള്ള ഓർഗാനിസം ഏതാണ്? ടെട്രാപോഡ. ആ ഗ്രൂപ്പിൽ പെടുന്നു. നമുക്ക് നോക്കാമെന്നാണെങ്കിൽ ഇപ്പോൾ അഗ്നാത്ത എന്ന ഗ്രൂപ്പ് ഏതാണ്? സൈക്ലോസ്റ്റൊമാറ്റ മാത്രമുള്ളതാണ്. നമുക്ക് ക്യാരക്ടേഴ്സ് പഠിക്കാം. ഇനി ഗ്നാത്തോസ്റ്റൊമാറ്റയിൽ സൂപ്പർ ക്ലാസ് പിസിൽ ഏതൊക്കെ വരും? കോൺട്രിക് തൈസും ഓസ്റ്റിക് തൈസും. അത് രണ്ടും എന്താണ് സംഭവം? ഫിഷ് അല്ലേ? രണ്ടും ഫിഷാണ്. നിങ്ങൾക്ക് നോക്കിയറിയാം. ഒന്ന് ഷാർക്ക്, മറ്റൊന്ന് നോർമൽ. നമ്മുടെ ഇപ്പോൾ ഒരുപക്ഷെ വീട്ടിലേക്ക് നിങ്ങൾ കറി ഉപയോഗിക്കുന്നത് അങ്ങനെ സാഡിൻ, മത്തി, ഇവയൊക്കെ ടൈപ്പ് ഫിഷാണത്. സെക്കൻഡ് രണ്ട് തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. എന്താണ് രണ്ട് തമ്മിൽ എന്താ വ്യത്യാസം? നമുക്കത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഫിഷസിൻ്റെ കേസിൽ 2 തരമുണ്ട്. അതൊക്കെയാണ് കോൺട്രിക് തൈസും ഓസ്റ്റിക് തൈസും. അതായത് സൂപ്പർ ക്ലാസ് പീസസ് ഇവയുടെ എങ്ങനെയാണ് മൂവ്മെൻറ്റ്? ഇവയുടെ ലോക്കോമോട്ടറി മൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഭാഗം ഏതാണ്? ഇതാണ് ഫിൻസ് അല്ലേ? ഈ ഭാഗമൊക്കെയാണെന്ത്? ഫിൻസ്. കയ്യും കാലൊന്നുമില്ലല്ലോ, ഇല്ല. അവിടെ ഡോർസൽ ഫിന്ന്, വെൻട്രൽ ഫിന്ന് അല്ലെങ്കിൽ കോഡൽ ഫിന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫിൻസ് ഉപയോഗിച്ച് മൂവ് ചെയ്യുന്നു. അതാണ് സൂപ്പർ ക്ലാസ് പീസസ്. ഇനി സൂപ്പർ ക്ലാസ് ടെട്രാപോഡയാണെങ്കിലോ ഏത് ഗ്രൂപ്പിൽ വരുമോ? നമ്മുടെയൊക്കെ വരുന്ന ഗ്രൂപ്പാണെന്ന് നോക്കുക. ടെട്രാപോഡയിൽ 4 ഗ്രൂപ്പ് ഉണ്ട്. അതൊക്കെയാണ് ആംഫീബിയ, റെപ്റ്റീലിയ, ഏവ്സ്, മമേലിയ. ആംഫീബിയ മീൻസ് ഏത് ഗ്രൂപ്പ്? ഫ്രോഗ് വരും. 4 കാലുണ്ട് ടെട്രാപോഡ്സ്. റെപ്റ്റീലിയ, റെപ്റ്റൈൽസ് എങ്ങനെയാണ്? ബെയർ 4 ലിംസ്. സ്നേക്കിന് മാത്രമാണ് ഒരു എക്സെപ്ഷൻ ഉള്ളത്, റെയർ കേസ് വരുന്നത്. പക്ഷെ സ്നേക്ക്, നമ്മുടെ ലിസാർഡ്, എല്ലാ ജീവികളും, ഡൈനോസേഴ്സ് അടക്കം റെപ്റ്റീലിയ, നമ്മുടെ ടോർട്ടോയിസ്, ക്രൊക്കോഡൈൽ, ഇതൊക്കെ റെപ്റ്റീലിയാണ്, 4 ലിംബ്ഡ്. തേർഡ് ഏവ്സ്. ഏവ്സ് മീൻസ് ബേഡ്സ്. ബേഡ്സിനും 4 ലിംബ്ഡ് ആണ്. 4 കാലുകളുണ്ട്. അതിൻ്റെ 2 മുൻകാലുകൾ എന്തായിട്ട് മോഡിഫൈ ചെയ്തു? വിങ്സ്. അതാണ് ഇമ്പോർട്ടൻസ്. 4 ലിംസ് ആണ്, 4 ലിംസ് ഉണ്ട്. അതിൽ 4 ലിംസ് മുൻകാലുകൾ എന്തായി? മോഡിഫൈഡ് ഇൻറ്റു വിങ്സ്. പിന്നെ ലാസ്റ്റ് ഗ്രൂപ്പ് ഏതാണ്? മമേലിയ. എന്താണ് മമേലിയ എന്ന പേര് വരാൻ വേണ്ടി കാരണം? മാമറി ഗ്ലാൻഡ് ഉണ്ട്. കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ട് പാല് കൊടുത്ത് വളർത്തുന്ന ജീവിയാണ് മെമൽസ്. അതൊക്കെ വരുമല്ലോ. ഇപ്പോൾ ഡയറക്റ്റ് നമുക്ക് ടൈഗർ അല്ലെങ്കിൽ ഡിയറാ ഉള്ളത്, ഹ്യൂമൻ ബീങ്സ് അടക്കമുള്ള ജീവികൾ വരും. 4 കാലുകളുണ്ട്. നമ്മുടെ കേസിൽ 2 കാലും 2 കൈയും പറയും. ഇപ്പോൾ ഡിയറിൻ്റെ കേസിലേക്ക് നമ്മൾ എന്ത് പറയാം? മുൻകാലുകൾ, പിൻകാലുകൾ എന്നൊക്കെ പറയും. അപ്പോൾ ഇതാണ് 4 ഗ്രൂപ്പ്. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾ ആദ്യം ബൈ ഹാർട്ട് പഠിക്കണം. എന്താണ്? സബ്ഫൈലം വെർട്ടിബ്രേറ്റ ഈസ് ക്ലാസിഫൈഡ് ഇൻടു 2, അഗ്നാത്ത ആൻഡ് ഗ്നാത്തോസ്റ്റൊമാറ്റ. അഗ്നാത്തയിൽ ഒറ്റ ക്ലാസ്സേ ഉള്ളൂ, സൈക്ലോസ്റ്റൊമാറ്റ. ഗ്നാത്തോസ്റ്റൊമാറ്റ ആണെങ്കിലോ divided into 2 super class, Pisces and Tetrapoda. Pisces are 2 types, chondric thais and ostrich thais. Tetrapoda is again classified into amphibia, reptilia, aves and mammalia. ഓക്കെ, ഈ ക്ലാസിഫിക്കേഷൻ കൃത്യമായിട്ട് പഠിക്കണം. രണ്ടാമത്തെ നോക്കുക നിങ്ങൾ, എന്താണ് ഇതിൽ എത്ര ക്ലാസ് പഠിക്കാനുണ്ട് നമുക്ക്? സൈക്ലോസ്റ്റൊമാറ്റ, കോൺട്രിക് തൈസ്, ഓസ്റ്റിക് തൈസ്, ആംഫീബിയ, റെപ്റ്റീലിയ, ഏവ്സ്, മമേലിയ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഓരോ ഫൈലംസ് പഠിച്ച പോലെ ഇത് നമുക്ക് പഠിക്കേണ്ടത് ഈ 7 ക്ലാസ്സസും അതിൻ്റെ ക്യാരക്ടേഴ്സുമാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഹെഡിങ് നോക്കുക. സബ്ഫൈലം വെർട്ടിബ്രേറ്റ ഈസ് ഓൾസോ കോൾഡ് ക്രേനിയേറ്റ. വൈ ദേ ആർ കോൾഡ് ക്രേനിയേറ്റ്സ്? വാട്ട് യു മീൻ ബൈ ക്രേനിയം? ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ ക്രേനിയം? ക്രേനിയം മീൻസ് ബ്രെയിൻ ഈസ് പ്രസൻറ്റ് ഇൻ എ ക്യാവിറ്റി കോൾഡ് ക്രേനിയം ഇൻസൈഡ് ദ സ്കൾ. സ്കള്ളിനകത്ത് ബ്രെയിൻ കാണുന്ന പാർട്ടാണത് ക്രേനിയം.
അതായത് ഒരു വെൽ ഡെവലപ്ഡ് ബ്രെയിൻ ഉണ്ടെങ്കിൽ അവിടെ ക്രേനി ഉണ്ടാവും. അങ്ങനെയുള്ളവയാണ് എന്ത് ക്രേനിയേറ്റ എന്ന പേര് വരാൻ കാരണം. ഓക്കെ, അപ്പോൾ സബ്ഫൈലം വെർട്ടിബ്രേറ്റ ഓർ ക്രേനിയേറ്റ ഈസ് ഡിവൈഡ്സ് ഇൻ ടു 7 ഡിഫറെൻറ്റ് ക്ലാസ്സസ് സ്റ്റാർട്ടിങ് ഫ്രം സൈക്ലോസ്റ്റൊമാറ്റ. ആൻഡ് ഏറ്റവും ഹയസ്റ്റ് ഗ്രൂപ്പ് ഏതാണ്? മെമേലിയ. മെമേലിയ എന്ന് പറയുന്നത് ഏതാണ്? വെർട്ടിബ്രേറ്റയുടെ ഒരു ഗ്രൂപ്പാണ്, മീൻസ് കോഡേറ്റയുടെ ഒരു ഗ്രൂപ്പ്. നമ്മൾ ആദ്യം പഠിച്ച ഫൈലം ഏതാണ് ഈ ചാപ്റ്ററിൽ? പോറിഫറ. ഫൈലം പോറിഫറ എന്ന് പറയുന്നത് സ്പോഞ്ചസ് വരുന്ന ഗ്രൂപ്പാണ്. ഫൈലം കോഡേറ്റയിൽ മാമൽസ് എന്ന് പറയുന്ന ടൈഗറും തമ്മിലുള്ള കമ്പാരിസൺ നോക്കിയേ, ഒരുപാടുണ്ട്. ബട്ട് ബോത്ത് ദേ ആർ അനിമൽസ്. അപ്പോൾ അതാണ് പറഞ്ഞത് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ അതിൻ്റെ ബോൺസ് ആണ്. വെർട്ടിബ്രേറ്റ എന്തുണ്ട്? ബാക്ക് ബോൺ ഉണ്ട് എന്നല്ലേ പറഞ്ഞത്. ഇപ്പോൾ ഫിഷസ് ആണെങ്കിലും ഫ്രോഗ് ആയാലും റെപ്റ്റൈൽസ് ആണെങ്കിലും മാമൽസ് ആണെങ്കിലും ഹ്യൂമൻ ബീയിങ് ആണെങ്കിലും എന്തുണ്ട് അതിൽ? ഒരു ബാക്ക് ബോൺ ഉണ്ടല്ലോ. ഫിഷ് ആണെങ്കിൽ നമുക്കറിയാം മുള്ള് മെയിൻ. ഫ്രോഗ് ആണെങ്കിലും സ്നേക്ക്, ഹ്യൂമൻ ബീയിങ്ങിൻ്റെ മറ്റ് അനിമലിൻ്റെ കേസിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ലേ? അതാണ് ബാക്ക് ബോൺ എന്ന് പറയുന്നത്, വെർട്ടിബിൾ കോളം. അതാണ് വെർട്ടിബ്രേറ്റ. ഇനി നമുക്ക് ഓരോന്നേ പഠിക്കേണ്ട. ആദ്യം എന്താണ്? സബ്ഫൈലം വെർട്ടിബ്രേറ്റയുടെ ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ. എന്ന് വെച്ചാൽ സൈക്ലോസ്റ്റൊമാറ്റ നോക്കാം നമുക്ക്. ഓൾ ആർ എക്ടോ പാരസൈറ്റ്സ് ഓൺ സം ഫിഷസ്. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് സൈക്ലോസ്റ്റൊമാറ്റ. എക്ടോ പാരസൈറ്റ്. വാട്ട് ആർ പാരസൈറ്റ്? പാരസൈറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പരാദജീവികൾ എന്നൊക്കെ പഠിക്കുന്ന, വിച്ച് പ്രസൻറ്റ് ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് ഓർഗാനിസം ആൻഡ് അബ്സോർബ് ന്യൂട്രിയൻസ്. നമ്മൾ കുറച്ച് പാരസൈറ്റ്സ് പഠിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ. ഏതൊക്കെയാണ്? ഹുക്ക് പോകാൻ പഠിച്ചിട്ടില്ല, നമ്മൾ ടേപ്പ് പോകാൻ പഠിച്ചിരുന്നു, ടേനിയ സോളിയം പഠിച്ചിട്ടുണ്ട്, ലിവർ ഫ്ലൂക്ക് പഠിച്ചിട്ടുണ്ട്, അസ്കാരിസ് പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് പാരസൈറ്റ്. ലീച്ച്. അപ്പോൾ പാരസൈറ്റ് മീൻസ് ലിവ് ഇൻ ദ ബോഡി ഓഫ് ഓർഗാനിസം ആൻഡ് അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ഇറ്റ്. ഓക്കെ, പാരസൈറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 2, എൻഡോ പാരസൈറ്റ് ആൻഡ് എക്ടോ പാരസൈറ്റ്. എന്താണ് എൻഡോ പാരസൈറ്റ്? പ്രസൻറ്റ് ഇൻസൈഡ് ദ ബോഡി. എക്ടോ പാരസൈറ്റോ? ഔട്ട്സൈഡ് ദ ബോഡി. ഇപ്പോൾ നമ്മുടെ ബോഡിക്കകത്ത് ടേപ്പ് വേം അതാണ് എൻഡോ പാരസൈറ്റ്, ഇൻസൈഡ് ദ ഇൻറ്റസ്റ്റൈനാണ് കാണുന്നത്. ഒരു എക്ടോ പാരസൈറ്റിന് എക്സാമ്പിൾ ഏതാണ് നമ്മുടെ ബോഡിക്കകത്ത്? ഹെഡ് ലൗസ് ഇല്ലേ? ലൗസ്, പേൻ എന്ന് പറയുന്ന തലയിൽ കാണുന്ന ടിക്സ്. അപ്പോൾ അങ്ങനെയുള്ള ജീവികളാണെന്ത്? എക്ടോ പാരസൈറ്റ്. അപ്പോൾ ബോഡിക്ക് അകത്തുള്ള പാരസൈറ്റ് എൻഡോ, പുറത്ത് എക്ടോ പാരസൈറ്റ് ആണ്. ഈ ഫിഷസ് എങ്ങനെയാണ്? എക്ടോ പാരസൈറ്റ് ആണ് ഓൺ സം ഫിഷസ്. ചില ഫിഷസിൽ കാണുന്ന എക്ടോ പാരസൈറ്റ്. നിങ്ങൾക്ക് ഡയഗ്രം കണ്ടില്ലേ ഇവിടെ? ഒരു ഫിഷിൻ്റെ മേലെ കാണുന്ന പാരസൈറ്റ് കണ്ടു ഇവിടെ. ഇവിടെ നിങ്ങൾക്ക് ഒരു മെയിൻ ഫിഷ് കാണാം, അവിടെ അറ്റാച്ച് ചെയ്ത് കാണുന്ന മറ്റൊരു ജീവി കണ്ടോ? ഇതാണ് സൈക്ലോസ്റ്റൊമാറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ പ്രത്യേകത. ഇവിടെ അങ്ങനെയാണ്. നിങ്ങൾക്കിവിടെ മെയിൻ ഫിഷിനെ കാണാം. മെയിൻ ഫിഷിൽ എന്തുണ്ട്? മെയിൻ ഫിഷിൽ എന്താണിത്? അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഇതാണ്, പാരസൈറ്റ് ആണ്. ആ ഗ്രൂപ്പാണ് അത് സൈക്ലോസ്റ്റൊമാറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പ്. എന്താണ് വേറെ പോയിൻ്റ്? ഒന്ന്, ഓൾ ആർ എക്ടോ പാരസൈറ്റ്സ് ഓൺ സം ഫിഷസ്. 2, ഇലോങ്ങേറ്റഡ് ബോഡി വിത്തൗട്ട് സ്കെയിൽസ് ഓർ പെയർഡ് ഫിൻസ്. എന്തില്ല? ഇലോങ്ങേറ്റ്. നമുക്ക് സ്നേക്ക് പോലുള്ള ബോഡിയാണ് ഇലോങ്ങേറ്റഡ് ബോഡി. ഫിഷിനെ പോലെ സ്കെയിൽസ് ഒന്നുമില്ല. 6 to 15 പെയേഴ്സ് ഓഫ് ഗിൽ സ്ലിറ്റ്സ്. റെസ്പിറേഷൻ എന്തുണ്ട്? ഗിൽ സ്ലിറ്റ്സ് ഉണ്ട്. ഗിൽ സ്ലിറ്റ്സ് മീൻസ് ഓപ്പണിംഗ് ആണ്. നമ്മൾ ഫിഷിനൊക്കെ കാണുന്ന പോലെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഗിൽ സ്ലിറ്റ്സ് ഉണ്ട് റെസ്പിറേഷന് വേണ്ടിയിട്ട്. പിന്നെയോ സക്കിങ് ആൻഡ് സർക്കുലർ മൗത്ത് വിത്തൗട്ട് ജോസ്. മൗത്ത് എങ്ങനെയാണെന്ന് നോക്കുക, ഡയഗ്രത്തിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ലാസ്റ്റ് ഡയഗ്രം നോക്കുക. സർക്കുലർ മൗത്ത് വിത്തൗട്ട് ജോസ്, ഓപ്പൺ മൗത്താണ് ഇവിടെയൊക്കെ. അപ്പോൾ അതെന്ത് ചെയ്യുമ്പോൾ ഇവിടെ പോയി അറ്റാച്ച്, നമ്മൾ വാക്വം പോലെ അറ്റാച്ച് ചെയ്ത് നിൽക്കും. സക്കിങ് ആണ്, അവിടുന്ന് ബ്ലഡ് സക്ക് ചെയ്യുന്ന പോലെ ന്യൂട്രിയൻസ് സക്ക് ചെയ്യും. കാർട്ടിലേജിനസ് ക്രേനിയം ആൻഡ് വെർട്ടിബിൾ കോളം. വെർട്ടിബിൾ കോളമൊക്കെ എന്തുണ്ടാക്കിയാണ്? കാർട്ടിലേജ് കൊണ്ടാണ്. ബോണല്ല, കാർട്ടിലേജ്, സോഫ്റ്റ് ബോണാണ്. സർക്കുലേഷൻ ക്ലോസ്ഡ്. ദെൻ മറൈൻ. ഇവ എവിടെ കാണപ്പെടുന്നത്? മറൈൻ ഓർഗാനിസമാണ്, കടൽ വെള്ളത്തിൽ കാണുന്നു, സീ വാട്ടറിൽ. ബട്ട് മൈഗ്രേറ്റ് ഫോർ സ്പോണിങ് ടു ഫ്രഷ് വാട്ടർ. ഇവ മറൈനാണ്, കടൽ വെള്ളത്തിൽ കാണുന്നു, പക്ഷേ എങ്ങോട്ട് വരും? ഫ്രഷ് വാട്ടറിലേക്ക് വരും. ഫോർ വാട്ട്? ഫോർ സ്പോണിങ്. അതാണ് സ്പോണിങ് എന്ന് പറയുന്നത്. റീപ്രൊഡക്ഷൻ, മുട്ടയിടാൻ വേണ്ടിയിട്ട്. അതായത് ഇവ മറൈനാണ്, സീ വാട്ടറിൽ കാണുന്നു, റീപ്രൊഡക്ഷന് വേണ്ടി ഫ്രഷ് വാട്ടറിലേക്ക് വരും, അതിനുശേഷം ചത്തുപോകും. ദർ ലാർവേ ആഫ്റ്റർ മെറ്റമോർഫോസിസ് റിട്ടേൺ ടു ഓഷ്യൻ. എങ്ങനെയാണ് സംഭവം? എങ്ങനെയാണ്? ഇവ ഇവിടെ ഉണ്ടാവും ഓഷ്യനിൽ. ഓഷ്യനിൽ നിന്ന് മുട്ടയിടാൻ വേണ്ടി ഫ്രഷ് വാട്ടറിലേക്ക് വരും. ഫ്രഷ് വാട്ടറിൽ മുട്ടയിട്ടതിന് ശേഷം ഇവ ചത്തുപോകും. ഫ്രഷ് വാട്ടറിൽ നിന്ന് മുട്ട വിരിഞ്ഞിട്ട് എന്തുണ്ടാവും?
കുഞ്ഞുങ്ങളുണ്ടാവും. ഈ കുഞ്ഞുങ്ങൾ എങ്ങോട്ട് തിരിച്ചു പോവും? ഓഷ്യനിൽ പോവും. പിന്നെ ഓഷ്യനിൽ നിന്ന് വീണ്ടും റീപ്രൊഡക്ഷൻ ടൈം ആകുമ്പോൾ വീണ്ടും ഫ്രഷ് വാട്ടറിലേക്ക് വരും. അങ്ങനെ ഒരു ലൈഫാണ് ഈ ഒരു സൈക്ലോസ്റ്റൊമാറ്റ എന്ന ഗ്രൂപ്പിൻ്റെ സ്പെഷ്യാലിറ്റി. മറൈൻ ബട്ട് മൈഗ്രേറ്റ് ഫോർ സ്പോണിങ് ടു ഫ്രഷ് വാട്ടർ. ആഫ്റ്റർ സ്പോണിങ് ദേ ഡൈ. ദ ലാർവേ ആഫ്റ്റർ മെറ്റമോർഫോസിസ്. മെറ്റമോർഫോസിസ് മീൻസ് രൂപാന്തരണമാണ്, ഷേപ്പ്. ഇപ്പോൾ നമ്മൾ ഫ്രോഗിൻ്റെ മെറ്റമോർഫോസിസ് പഠിച്ചിട്ടുണ്ടാകും നിങ്ങൾ. മെറ്റാമെറിസോ അല്ല. മെറ്റാമെറിസോ എന്താണ്? സെഗ്മെൻറ്റേഷൻ. മെറ്റാജെനിസ് എന്താണ്? ആൾട്ടർനേഷൻ ജനറേഷൻ. ഇതിൻ്റെ പേര് മെറ്റമോർഫോസിസ് ആണ്. നമ്മളിപ്പോൾ ഫ്രോഗിൻ്റെ കേസിൽ പഠിച്ചിട്ടുണ്ടാകും. ടാഡ്പോൾ കഴിഞ്ഞിട്ടാണ് ഫ്രോഗ് ആവുന്നത്. ബട്ടർഫ്ലൈ ആണെങ്കിലോ എഗ്, ലാർവ, പ്യൂപ്പ, ബട്ടർഫ്ലൈ. ആ ഡിഫറെൻറ്റ് സ്റ്റേജസിനാണ് ഇത് വിളിക്കുന്നത് മെറ്റമോർഫോസ് എന്ന് പറയുന്നത്. ദേ റിട്ടേൺ ടു ഓഷ്യൻ. പിന്നെ അതിൻ്റെ എക്സാമ്പിൾ നോക്കിയേ. എക്സാമ്പിൾ പെട്രോമൈസോൺ ആൻഡ് മിക്സീൻ. രണ്ട് എക്സാമ്പിൾ ഇതിൽ കോമൺ ആയിട്ട് പറയുന്നത്. ഇപ്പോൾ പെട്രോമൈസോൺ എന്ന് പറഞ്ഞ ലാംപ്രേ, അതേപോലെ മിക്സീൻ ഹാഗ് ഫിഷ്. ഡയഗ്രം കണ്ടില്ലേ? പെട്രോമൈസോൺ ആയാലും മിക്സീൻ ആണെങ്കിലും എന്തുണ്ടാവും? ഓപ്പൺ മൗത്താണ്, ഗിൽ സ്ലിറ്റ്സ് ഉണ്ടാവും. 6 to 15 പെയർ ഗിൽ സ്ലിറ്റ്സ് ഉണ്ടാവും. പ്രധാനമായിട്ടും അതുതന്നെയാണ് അതിൻ്റെ മെയിൻ സ്ട്രക്ചറായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്ടോ പാരസൈറ്റായിട്ട് ഫിഷിൽ കാണപ്പെടുന്ന ടൈപ്പ് ഓർഗാനിസമാണ് വെർട്ടിബ്രേറ്റയിലെ ഫസ്റ്റ് ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ഫൈലം കോഡേറ്റയിൽ സബ് ഫൈലം യൂറോകോഡേറ്റ, സെഫാലോകോഡേറ്റ, വെർട്ടിബ്രേറ്റ. വെർട്ടിബ്രേറ്റയിലെ ഫസ്റ്റ് ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ പഠിച്ചു. ഇനി സെക്കൻഡ് സൂപ്പർ ക്ലാസ്, അതായത് ഗ്നാത്തോസ്റ്റൊമാറ്റ ഈസ് ക്ലാസിഫൈഡ് ഇൻറ്റു 2 സൂപ്പർ ക്ലാസ്. സൂപ്പർ ക്ലാസ് പിസ്സാണ്. ഏതൊക്കെയാണ്? ഒന്ന് പിസസ്, ഒന്ന് ടെട്രാപോഡ. ഇതിൽ സൂപ്പർ ക്ലാസ് പിസസ് ഈസ് അഗൈൻ ക്ലാസിഫൈഡ് ഇൻറ്റു 2. ദേ ആർ കോൺട്രിക്തൈസ് ആൻഡ് ഓസ്റ്റിക്തൈസ്. എന്താണ് ഡിഫറൻസ് കോൺട്രിക്തൈസും ഓസ്റ്റിക്തൈസും? ഈ രണ്ട് ഫിഷ് നിങ്ങൾക്ക് ഡയഗ്രത്തിൽ കാണുന്ന രണ്ട് മെയിൻ ഫിഷ് തമ്മിൽ വ്യത്യാസം എന്താണ്? ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു പോയിൻ്റ് പറയാം. അതായത് ഓസ്റ്റിക്തൈസ് മീൻസ് മുള്ളുള്ള ജീവികളാണ്. ബോണി ഫിഷ്, മുള്ള് ഉള്ള സ്പൈൻസ് ഉള്ള ഫിഷാണ് ഓസ്റ്റിക്തൈസ്. കോൺട്രിക്തൈസിനോ സ്പൈൻ ഉണ്ടാവില്ല, ബട്ട് എന്തായിരിക്കും? സോഫ്റ്റ് ബോണാണ്, കാർട്ടിലേജ്. ഈ കാർട്ടിലേജ് മീൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ നോസിൽ അല്ലെങ്കിൽ ഇയറിലൊക്കെ കാണുന്ന സോഫ്റ്റ് ബോൺ ഇല്ലേ, നിങ്ങളുടെ ഇയറിൻ്റെ ഷേപ്പ് നിങ്ങൾക്കറിയാം. അത് നിങ്ങൾ ബെൻഡ് ചെയ്യാറുണ്ട്, പക്ഷേ അത് നമുക്കറിയാം ഫ്ലഷ് അല്ല, ബട്ട് ബോണും അല്ല. ഒരുതരം സോഫ്റ്റ് ബോൺ കൊണ്ടാണ് നിങ്ങളുടെ ഇയർ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ സോഫ്റ്റ് ബോൺ ടൈപ്പാണെന്ത്? കാർട്ടിലേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൺട്രിക്തൈസിൻ്റെ കേസിൽ അവയുടെ ബാക്ക് ബോൺ എന്തുണ്ടാക്കിയതാണ്? കാർട്ടിലേജിനസ് എൻഡോസ്കെലട്ടൺ. സോ കാർട്ടിലേജിനസ് എൻഡോസ്കെലട്ടനുള്ള ഫിഷാണ് കാർട്ടിലേജിനസ് ഫിഷ് കോൺട്രിക്തൈസ്. എക്സാമ്പിൾ ഷാർക്ക്. ഫിഷ് ആഹാരമായി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അറിയാം. ഷാർക്ക് അല്ലെങ്കിൽ ട്രൈഗൺ വീട്ടിലൊക്കെ വാങ്ങാറുണ്ടോ? നല്ല സ്രാവ് അല്ലെങ്കിൽ തിരണ്ടി തുടങ്ങിയ ജീവികളുണ്ട്. ഓക്കെ, അവയുടെ ബോഡിക്കകത്ത് മുള്ള് ഉണ്ടാവില്ല, പകരം ബോൺസ് ആയിരിക്കും. ബോൺസ് മീൻസ് സോഫ്റ്റ് ബോൺസ്. മുള്ളില്ലാത്ത ആ ഫിഷാണ് കോൺട്രിക്തൈസ്. മുള്ളുള്ള നമ്മുടെ സാധാരണ വാങ്ങുന്ന മത്തി, അയില അല്ലേ, പെങ്കുട, ബൂത്ത എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും. ഓസ്റ്റിക്തൈസ് ആണവ. ഇതാണ് വ്യത്യാസം രണ്ടിൻ്റെയും. അപ്പോൾ സൂപ്പർ ക്ലാസ് പിസസിൽ രണ്ട് തരം ഫിഷ് ഉണ്ട്, കോൺട്രിക്തൈസും ഓസ്റ്റിക്തൈസും. നമുക്ക് എന്ത് പറയാൻ പറ്റും സിമ്പിളായിട്ട്? മുള്ളുള്ളതും മുള്ളില്ലാതെ എല്ലുള്ളതുമായിട്ടുള്ള ഫിഷസാണ് അവ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഡിഫറൻസ് നോക്കാം നമുക്ക്. കോൺട്രിക്തൈസ് മറൈൻ സ്ട്രീം ലൈൻഡ് ബോഡി. ഓസ്റ്റിക്തൈസ് എങ്ങനെയാണ്? മറൈൻ ഓർ ഫ്രഷ് വാട്ടർ, സ്ട്രീം ലൈൻഡ് ബോഡി. ഓക്കെ, ഇത് നമ്മുടെ ഓസ്റ്റിക്തൈസ് ഫ്രഷ് വാട്ടറിലുണ്ടല്ലോ, നമ്മൾ ഇപ്പോൾ പോണ്ടിൽ കൾച്ചർ ചെയ്യുന്നുണ്ട് ഫിഷിനെ, അങ്ങനെയൊക്കെയാണ്. പക്ഷേ കോൺട്രിക്തൈസ് എവിടെയും മറൈൻ ആയിരിക്കും. സ്ട്രീം ലൈൻഡ് ബോഡി, സ്റ്റേറ്റ് ബോഡി ഉണ്ടാവും. ഓക്കെ, കാർട്ടിലേജിനസ് എൻഡോസ്കെലട്ടൺ. കോൺട്രിക്തൈസിൻ്റെ കേസിൽ എന്താണ്? കാർട്ടിലേജിനസ് എൻഡോസ്കെലട്ടൺ. എൻഡോസ്കെലട്ടൺ എങ്ങനെയാണ്? കാർട്ടിലേജ്. എന്തുകൊണ്ടാണ്? കാരണം നോട്ടോകോഡ് ഈസ് പെർസിസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദർ ലൈഫ്. അവയുടെ ബോഡിക്കകത്ത് നോട്ടോകോഡ് എന്തായിട്ട് മാറും? അതേപോലെ ഉണ്ട്. അതാണ് കാർട്ടിലേജ്. നോട്ടോകോഡ് കാർട്ടിലേജസ് ആണ്. ബട്ട് ഇൻ ഓസ്റ്റിക്തൈസ്
The notochord is replaced by bony endoskeleton. അതാണ് വ്യത്യാസം. അപ്പോൾ ഒറ്റ വ്യത്യാസം ഇപ്പോൾ മെയിൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. കോൺട്രക്ടൈസ് മീൻസ് കാർട്ടിലേജിനസ് എൻഡോസ്കെലട്ടൺ, ഓസ്റ്റിക്ടൈസ് ആണെങ്കിൽ ബോണി എൻഡോസ്കെലട്ടൺ. ഇനി അടുത്ത പോയിന്റ് നോക്കുക, പൊസിഷൻ ഓഫ് മൗത്ത്. എങ്ങനെയാണ് മൗത്ത്? നിങ്ങൾ രണ്ട് ഡയഗ്രം നോക്കിയേ, രണ്ട് ഫിഷിൻ്റെയും മൗത്ത്. ഷാർക്കിൻ്റെയൊക്കെ മൗത്ത് എവിടെയാണ് ഉണ്ടാവുന്നത്? അടിഭാഗത്താണ്, ബോഡിയുടെ അടിഭാഗത്താണ് മൗത്ത് ഉണ്ടാവുന്നത്, വെൻട്രൽ മൗത്ത്. മറ്റ് ഫിഷിൻ്റെ കേസിലോ ടെർമിനൽ മൗത്ത്, ടിപ്പിലാണ് മൗത്ത്. അതാണ് വ്യത്യാസം. ഓക്കെ, കോൺട്രക്ടൈസിൻ്റെ കേസിൽ വെൻട്രൽ മൗത്ത് പവർഫുൾ ജോ ആണ്, ഓസ്റ്റിക്ടൈസിൻ്റെ ആണെങ്കിൽ ടെർമിനൽ മൗത്ത്. പിന്നെ ഗിൽ സ്ലിറ്റ്സ് വിത്തൗട്ട് ഓപ്പർക്കുലം, അതായത് ഷാർക്കിൻ്റെ കേസിലൊക്കെ എങ്ങനെയാണ് ഗില്ല് ഓപ്പണിങ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും, ഓപ്പർക്കുലം ഇല്ല. നമ്മുടെ ഓസ്റ്റിക്ടൈസ് ആണെങ്കിലോ 4 pairs ഓഫ് ഗിൽസ് വിത്ത് ഓപ്പർക്കുലം. ഓപ്പർക്കുലം മീൻസ് നിങ്ങൾക്കറിയാം, ഫിഷിൻ്റെ സൈഡിൽ കാണുമല്ലോ, ഫിഷിൻ്റെ നെക്ക് റീജിയനിലായിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഭാഗം, ഇതാണ് ഓപ്പർക്കുലം എന്ന് പറയുന്നത്. അവിടെ ഗിൽസുണ്ട്, ഗിൽസുമായിട്ട് നിങ്ങൾ ഫിഷ് ആഹാരമായിട്ട് ഉപയോഗിക്കുന്നവർ ഫിഷ് മുറിക്കുമ്പോൾ നോക്കിയവർ കണ്ടിട്ടുണ്ടാവും അവിടെ അല്ലേ. ആ നെക്ക് റീജിയനിൽ കാണുന്ന ഗിൽസിന് ഒരു കവറിങ് ഉണ്ട്, ആ കവറിങ്ങാണ് ഓപ്പർക്കുലം. ഓപ്പർക്കുലം ആർക്കുണ്ട്? ഓസ്റ്റിക്ടൈസിനുണ്ട്, കോൺട്രക്ടൈസിന് ഇല്ല. ഇനി അടുത്ത പോയിൻറ്റോ സ്കിൻ. അവിടെ സ്കിന്ന് നമുക്കറിയാം അല്ലേ, ഫിഷിൻ്റെ സ്കിന്ന്, സ്കിൻ വിത്ത് പ്ലാക്കോയിഡ് സ്കെയിൽസ്. എന്താണ് പ്ലാക്കോയിഡ് സ്കെയിൽസ്? സ്കെയിൽ എന്താണ്? ഇതാണ് സ്കെയിൽ. നമ്മൾ ഫിഷിൻ്റെ ഒക്കെ ബോഡിയിൽ കാണുന്ന ഈ ഒരു ഭാഗമില്ല, നമ്മുടെ ബോഡിക്ക് നമുക്ക് എന്തെങ്ങനെയാണ് സ്കിന്നിന് പുറത്ത് എന്തുണ്ട്? ഹെയർ ആണ്. നമ്മുടെ വേണ്ട ഒരു കൗവിൻ്റെ ബോഡിക്ക് അത് സ്കിന്നിന് പുറത്ത് എന്തുണ്ട്? ഹെയർ അല്ലേ. അതേപോലെ ഫിഷസിൻ്റെ കേസിൽ അതിൻ്റെ പേരെന്താണ്? സ്കെയിൽ എന്ന് പറയും. ഓക്കെ, അതിൻ്റെ പേര് സ്കെയിൽ എന്നാണ് പറയുന്നത്. അത് കോൺട്രക്ടൈസിൽ എങ്ങനെയാണ് അതിൻ്റെ പേര്? പ്ലക്കോയിഡ് സ്കെയിൽ. ഓസ്റ്റിക്ടൈസിലോ സൈക്ലോയിഡ് ഓർ ടീനോയിഡ് സ്കെയിൽ. അപ്പോൾ സ്കെയിൽസ് രണ്ടിനും ഉണ്ട്. ഇൻ കോൺട്രക്ടൈസ് ഇറ്റ് സ്കിൻ വിത്ത് പ്ലക്കോയിഡ് സ്കെയിൽസ്, ഇൻ ഓസ്റ്റിക്ടൈസ് സ്കിൻ വിത്ത് സൈക്ലോയിഡ് ഓർ ടീനോയിഡ് സ്കെയിൽസ്. മറ്റൊരു പോയിന്റ് പറഞ്ഞത് കോൺട്രക്ടൈസിൽ ടീത്ത് ആർ മോഡിഫൈഡ് പ്ലക്കോയിഡ് സ്കെയിൽസ് വിച്ച് ആർ ബാക്ക്വേർഡ്ലി ഡയറക്റ്റഡ്. ഈ ഷാർക്കിൻ്റെ മൗത്തിലേക്ക് എന്തുണ്ട്? പല്ല് കാണാൻ പറ്റും. ശരിക്ക് ഫിഷസിന് എന്തില്ല? പല്ലില്ല. അത് ഈ പ്ലക്കോയിഡ് സ്കെയിൽസ് ഒരു ഷാർപ്പായിട്ടൊരു ഭാഗമായതാണ്. ടീത്ത് തന്നെയാണ്, പക്ഷേ നമ്മുടെ നോർമൽ ടീത്ത് അല്ല, അത് സ്കെയിൽസോടുണ്ടായ ടീത്താണത്. നമ്മുടെ ബോഡിക്കകത്തുള്ള പോലെ ടീത്ത്, അത് ഈ ഫുഡ് കഴിക്കാനും ഡൈജസ്റ്റ് ചെയ്യാൻ ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ടീത്ത് തന്നെയാണ്. ബട്ട് എങ്ങനെയാണ്? പ്ലാക്കോയിഡ് സ്കെയിൽസിൻ്റെ മോഡിഫിക്കേഷനാണ് ടീത്ത്. നെക്സ്റ്റ് പോയിന്റ് നോക്കുക, കോൺട്രക്ടൈസിൽ നോ എയർ ബ്ലാഡർ, സോ ദേ ഹാവ് ടു സ്വിം കോൺസ്റ്റൻ്റ്ലി ടു അവോയ്ഡ് സിങ്കിങ്. ബോഡിക്കകത്ത് എയർ ബ്ലാഡർ ഉണ്ടാവില്ല. ആർക്ക്? കോൺട്രക്ടൈസിന്. ഓസ്റ്റിക്ടൈസിനുണ്ട്. ഓസ്റ്റിക്ടൈസിൻ്റെ ഡയഗ്രം നോക്കിയാൽ എയർ ബ്ലാഡർ. ഫിഷിൻ്റെ ബോഡിക്ക് എന്തുണ്ടാവും? ഒരു എയർ ക്യാവിറ്റി, എയർ ബ്ലാഡർ ഉണ്ടാവും. എയർ ബ്ലാഡർ ഉള്ള ഫിഷ് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടിന്യൂസ് സ്വിം ചെയ്യേണ്ടി വരില്ല. കാര്യം മനസ്സിലാക്കുക. എന്താ സംഭവം? നിങ്ങൾ ഇപ്പോൾ അക്വേറിയത്തിലെ ഫിഷ് ആണെങ്കിൽ പോലും, അക്വേറിയത്തിലെ ഫിഷൊക്കെ കുറേ സമയം സ്വിം ചെയ്യും, കുറച്ച് സമയം എന്ത് ചെയ്യും? അനങ്ങാതെ നിൽക്കും. അത് മുങ്ങിപ്പോകുന്നുണ്ടോ? ഇല്ല. കുറേ കഴിയുമ്പോൾ വീണ്ടും സ്വിം ചെയ്യും. എന്താ കാര്യം? അവയുടെ ബോഡിക്കകത്ത് എന്തുണ്ട്? എയർ ബ്ലാഡർ ഉണ്ട്, അതിനകത്ത് എയർ നിറയും. അപ്പോൾ വെള്ളത്തിൽ മുങ്ങിപ്പോവാതെ നിൽക്കും. അതാണ് ബോയൻസി. ബട്ട് ഷാർക്ക് പോലുള്ള ജീവികൾക്കോ എന്തില്ല? എയർ ബ്ലാഡർ ഇല്ല. സോ ദേ ഹാവ് ടു സ്വിം കോൺസ്റ്റൻ്റ്ലി. ഷാർക്കിന് എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് സ്വിം ചെയ്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ എന്താവും? ഇല്ലെങ്കിൽ അവ വെള്ളത്തിലേക്ക് താണു പോവും. ചത്തൊന്നും പോകില്ല, മുങ്ങി മരിക്കൂല. എന്നാലും കാര്യം പറയുകയാണ്, അപ്പോൾ സർഫേസിൽ നിൽക്കണമെങ്കിൽ കോൺട്രക്ടൈസിന് കണ്ടിന്യൂസ്ലി സ്വിം ചെയ്യണം. കാരണം ആബ്സെൻസ് ഓഫ് എയർ ബ്ലാഡർ. ഓസ്റ്റിക്ടൈസിനാണെങ്കിലോ പ്രസൻസ് ഓഫ് എയർ ബ്ലാഡർ ആയതുകൊണ്ട് ആ പ്രശ്നമില്ല. അടുത്ത പോയിന്റ്, കോൺട്രക്ടൈസ് എങ്ങനെയാണ്? പോയിക്കിലോതേംസ്. ഓസ്റ്റിക്ടൈസും എങ്ങനെയാണ്? പോയിക്കിലോതേംസ്. എന്താണ് ഈ പോയിക്കിലോതേംസ് എന്ന് വെച്ചാൽ? സംഭവം സിമ്പിളാണ്. കോൺസ്റ്റൻറ്റ് ബോഡി ടെമ്പറേച്ചർ ഇല്ല, അതാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ നമ്മുടെ കേസിൽ പറയാം, വാം ബ്ലഡ് ആണ്. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ്. ബേഡ്സിൻ്റെ ആണെങ്കിൽ 38.5. ബേഡ്സും മാമൽസും മാത്രമാണ് എന്ത്? വാം ബ്ലഡഡ്. പിസസും
ആംഫീബിയയും റെപ്റ്റൈൽസൊക്കെ എന്താണ്, കോൾഡ് ബ്ലഡാണ്. അതൊരു ഡിഫറൻസ് അല്ല, രണ്ടിൻ്റെയും പോയിൻ്റായിട്ട് വരും. ദേ ആർ കോൾഡ് പോയിക്ലോതേംസ്. ദാറ്റ് മീൻസ് ദേ ചേഞ്ച് ദർ ബോഡി ടെമ്പറേച്ചർ ഇൻ അക്കോർഡൻസ് വിത്ത് സറൗണ്ടിങ് ടെമ്പറേച്ചർ. അതായത് ഇപ്പോൾ ഒരു അക്വേറിയത്തിലെ വെള്ളത്തിൻ്റെ ചൂട് കൂടിയാൽ ഫിഷിൻ്റെ ബോഡി ടെമ്പറേച്ചർ കൂടും. സപ്പോസ് റിവറിലെ ടെമ്പറേച്ചർ 25 ആണെങ്കിൽ ഫിഷിൻ്റെ 25, റിവറിൻ്റെ 22 ആയാലോ ഫിഷിന് 22. നേരെ മറിച്ച് നമ്മുടെ ബോഡിക്കോ, നമ്മുടെ ബോഡി 37. നമ്മളിപ്പോൾ ഊട്ടിയിലോ മൂന്നാറിലോ പോയി, ഡൽഹിയിൽ പോയി 2 ഡിഗ്രി സെൽഷ്യസാണ് ടെമ്പറേച്ചർ, നമ്മുടെ എത്രയാണ് 37. നമ്മുടെ വാം കണ്ടീഷൻ മാർച്ച് ഏപ്രിൽ മാസത്തിൽ കേരളത്തിലെ ടെമ്പറേച്ചർ 40 ഡിഗ്രി സെൽഷ്യസ്, നമ്മുടെ എത്രയാണ് 37. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നവയാണത് നമ്മളൊക്കെ. അതിനെ വിളിക്കുന്ന പേര് ഹോമിയോതേംസ് അല്ലെങ്കിൽ വാം ബ്ലഡഡ്. കോൺസ്റ്റൻറ്റ് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത എന്താണ്, കോൾഡ് ബ്ലഡഡ് ഓർ പോയിക്ലോതേംസ്. ലാസ്റ്റ് പോയിന്റ് എന്താണ്, 2 ചേംബേർഡ് ഹാർട്ട്. രണ്ടിലും നമ്മുടെ കേസിൽ എങ്ങനെയാണ്, അനിമൽസിൻ്റെ കേസിൽ, മാമൽസിൻ്റെ കേസിൽ 4 ചേംബേർഡ് ഹാർട്ട്. ഇവിടെ എങ്ങനെയാണ് 2 ചേംബേർഡ് ഹാർട്ടാണ്. നിങ്ങളത് പഠിച്ചിട്ടാണ്, കൂടുതൽ ഡീറ്റെയിൽസ് ആവശ്യമില്ല. 10th 9th പഠിച്ചിട്ടുണ്ട്. ഹ്യൂമൻ ബീയിങ്ങിൽ എങ്ങനെയാണ് 2 ഓറിക്കിൾ 2 വെൻട്രിക്കിൾ. ഫിഷിൽ എങ്ങനെയാണ് 1 ഓറിക്കിൾ 1 വെൻട്രിക്കിൾ, 2 ചേംബേഴ്സ് മാത്രമേ ഉള്ളൂ. അടുത്തത് സെക്സസ് ആർ സെപ്പറേറ്റ്. എന്താണ് സെക്സ് ആർ സെപ്പറേറ്റ് എന്ന് വെച്ചാൽ, മെയിൽ വേറെ ഫീമെയിൽ വേറെ. കോൺട്രക്ടൈസിൽ എന്തുണ്ട്, പെൽവിക് ഫിൻ ബിയേഴ്സ് ക്ലാസ്പർ. ക്ലാസ്പർ എന്നൊരു ഭാഗം കണ്ടു ഡയഗ്രത്തിൽ. അതെന്തിനാ, അത് റീപ്രൊഡക്ഷൻ സമയത്ത് ഫീമെയിൽ ബോഡിക്കകത്തേക്ക് റീപ്രൊഡക്റ്റീവ് ഓർഗനാണ്, കോപ്പുലേറ്റഡ് ഓർഗൻ. ഹ്യൂമൻ ബോഡിക്കകത്ത് പെനിസ് ഉള്ളതുപോലെ മെയിൽ കോൺട്രക്ടൈസിൻ്റെ കേസിലുള്ള സ്ട്രക്ചറിൻ്റെ പേരാണെന്ത്, ക്ലാസ്പർ. ഇപ്പോൾ ഈ കോപ്പുലേറ്റഡ് ഓർഗൻ ക്ലാസ്പേഴ്സ് ആർ പ്രസന്റ് ഇൻ കോൺട്രക്ടൈസ്. ഓസ്റ്റിതൈസിലാണെന്നോ ഫെർട്ടിലൈസേഷൻ നോക്കുക. കോൺട്രക്ടൈസിൻ്റെ കേസിൽ എങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ, ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ. മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റ് എവിടുന്ന് ഫ്യൂസ് ചെയ്യും, ബോഡിക്ക് അകത്തുനിന്ന് ഫ്യൂസ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന പോലെയാണ്. ഷാർക്കിൻ്റെ ബോഡിക്ക് അകത്തുനിന്ന് എന്ത് ചെയ്യും, ഫെർട്ടിലൈസ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന പോലെ. ഇതാണ് വിവിപാരസ്, ഗിവിങ് ബർത്ത് ടു യങ് വൺ ആണ്. ഇനി ഓസ്റ്റിതൈസ് നോക്കിയേ, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ, മോസ്റ്റ്ലി ഒവിപാരസ്, മുട്ടയിടുക ചെയ്യുന്നത് അല്ലേ. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് മുട്ടയിടും, പിന്നെ ഡയറക്റ്റ് ചെയ്യും. നിങ്ങൾ ആ ഡയഗ്രം കണ്ടിട്ടുണ്ടോ, ഫീമെയിൽ ഓവറിയും മെയിൽ ടെസ്റ്റിസും കണ്ടോ, അത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? റീപ്രൊഡക്റ്റീവ് സമയമാകുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന 2 പാർട്ട് കൃത്യമായിട്ട് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഫിഷസിൻ്റെ കേസിൽ വീട്ടിൽ ഫിഷ് വാങ്ങി അത് കാണാൻ പറ്റും. അത് മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും ഉണ്ടാവും. അത് അവയുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആണ്, ഗ്യാമറ്റ്സ് ആണ്. അതിനകത്ത് മുട്ടയുണ്ടാവും, അതങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അതാണ് വ്യത്യാസം. ഇനി എക്സാമ്പിൾസ് നോക്കാം. ഇത്രയും പോയിന്റ് നിങ്ങളൊന്നുകൂടി ചെക്ക് ചെയ്യണം, നോട്ട് എഴുതുമ്പോൾ കൃത്യമായിട്ട് എഴുതുക. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് ആണെങ്കിലോ, സ്കോളിയോഡോൺ. വാട്ട് ഈസ് സ്കോളിയോഡോൺ? ഡോഗ് ഫിഷ്, നമ്മുടെ ഷാർക്കില്ലേ, സ്കോളിയോഡോൺ മീൻസ് ഷാർക്കാണ്, അതാണ് ഡോഗ് ഫിഷ് എന്നറിയപ്പെടുന്നത്. കാർക്കാരോഡോൺ, ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്. വൈറ്റ് ഷാർക്ക് ആണ് കാർക്കാരോഡോൺ. ആ പേര് പഠിക്കണം 2 പേരും. പിന്നെ പ്രിസ്റ്റിസ് എന്ന് പറയുന്ന സോ ഫിഷ്, അതിൻ്റെ സ്നൗട്ട് കണ്ടില്ലേ, ഫ്രണ്ട് പാർട്ട് മൗത്തിൻ്റെ നല്ല നമ്മുടെ ഈ മരം മുറിക്കുന്ന വാള് പോലെ ഉണ്ടാവും, ഒരു അപകടകരമായിട്ടുള്ള ഫിഷാണ്. പിന്നെ നമ്മൾ തെരണ്ടി എന്ന് പറഞ്ഞില്ലേ, ആ തെരണ്ടിയാണ് ലാസ്റ്റ് ഡയഗ്രം. തിരണ്ടി എന്ന് പറഞ്ഞാൽ ട്രൈഗൺ, സ്റ്റിംഗ് റേ, ടോർപിഡോ, ഇലക്ട്രിക് ലേ എന്നൊക്കെ പറഞ്ഞാൽ അത് ഇലക്ട്രിക് ഓർഗൻ ഉണ്ട്. പിന്നെ സ്റ്റിംഗ് റേക്ക് എന്തുണ്ട്, പോയിസൺ സ്റ്റിംഗ് ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാവുന്നൊരു പേര് സ്റ്റീവ് ഇർവിനാണ്. ഈ ട്രൈഗണിൻ്റെ പോയിസണസ് സ്റ്റിംഗ് കൊണ്ടുള്ള അടിയേറ്റ് മരിച്ച ഒരു മുതലപിടുത്തക്കാരനൊക്കെയാണ്. നമ്മുടെ ആനിമൽ പ്ലാനറ്റ് ഡിസ്കവറി ചാനലുകളൊക്കെ ഒരുപാട് പ്രോഗ്രാം നടക്കാറുണ്ട്. അതിലെ സ്റ്റീവ് ഇർവിൻ എന്ന് പറയുന്ന ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു വ്യക്തി, മുതലവേട്ടക്കാരനൊക്കെയാണ്. കടലിലൊക്കെ പോയി നമ്മുടെ ആനിമൽ പ്ലാനറ്റിലൊക്കെ കാണുന്ന ഒരുപാട് വീഡിയോസിലൊക്കെ കാണുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഈ സ്റ്റിംഗ് റേയുടെ ഈ വാല് കണ്ടില്ലേ, അത് ഇങ്ങനെയാണ്, പോയിസൺ സ്റ്റിംഗ് ആണ്, അതുകൊണ്ടുള്ള അടിയേറ്റ് മരിച്ചാണ് അദ്ദേഹം. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ഈ ഇതൊക്കെ നമ്മൾ മെയിൻലി നമുക്ക് എന്ത് പറയാൻ പറ്റും, ഷാർക്ക് ആൻഡ് ട്രൈഗൺ, അതായത് നമ്മുടെ സ്രാവ്, തിരണ്ടി തുടങ്ങിയ ജീവികളാണ് കോൺട്രക്ടൈസിന് എക്സാമ്പിൾ. ഇനി ഓസ്റ്റിതൈസിൻ്റെ എക്സാമ്പിളോ, ഓസ്റ്റിതൈസിൻ്റെ കേസിൽ എങ്ങനെയുണ്ട്, മറൈൻ ഉണ്ട്, ഫ്രഷ് വാട്ടർ ഉണ്ട്, അക്വേറിയം ഉണ്ട്. മറൈൻ ഏതാണ് എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്, എക്സോസീറ്റസ്. എക്സോസീറ്റസിൻ്റെ പേരെന്താണ്, ഫ്ലൈയിങ് ഫിഷ്.
അതിൻ്റെ വിങ്സ് പോലെ കണ്ടോ, ഫിൻസ്. അത് നിങ്ങൾ ചില വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. എങ്ങനെ ചെയ്യാൻ പറ്റുമോ അവയ്ക്ക്, പറന്ന് പോകാൻ പറ്റുമോ ഫിഷിന്. ഓക്കെ, നിങ്ങളിതേ എൻ്റെ യൂട്യൂബ് ചാനലിൽ ചില വീഡിയോസ് ഉണ്ടാവും, സബ്ജക്റ്റ് അല്ലാത്ത മറ്റു ചില വീഡിയോസിൽ ഇതുപോലുള്ള വീഡിയോസ് ഉണ്ടാവും. അതിൽ സുവോളജി റിലേറ്റഡ് വീഡിയോസ് അതിൽ കാണുന്നുണ്ട്, ഞാനതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചില വീഡിയോസ് അങ്ങനെ ഉണ്ട്, ഫ്ലൈയിങ് ഫിഷൊക്കെ ആയിട്ടുള്ള. അതായത് കുറേ സമയം അവയ്ക്ക് ഫ്ലൈ വലിയൊരു മരത്തിലേക്കല്ല പറഞ്ഞത്, വെള്ളത്തിൽ തന്നെയാണ് അവ ഒരു 10 മീറ്ററോളം നീളത്തിൽ അവയ്ക്ക് ഫ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് എക്സോസീറ്റസ് എന്ന് പറഞ്ഞ ഫ്ലൈയിങ് ഫിഷ്. പിന്നെ ഹിപ്പോ ക്യാമ്പസ്, കടൽ കുതിരയുടെ റീപ്രൊഡക്ഷനൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. സീ ഹോൾസ് എന്ന് പറയുന്ന ഹിപ്പോ ക്യാമ്പസ്. അതുകൂടാതെ നിങ്ങൾക്ക് ഇത് പറയാം മറൈൻ ഫിഷ്, നമ്മുടെ സാഡിൻ മീൻസ് മത്തിയാണ്, മാക്കറൽ എന്ന് പറയുന്ന അയില, ഇതൊക്കെ ഇതിൽ വരും, മറൈൻ ഫിഷ് വരും. ഇനി ഫ്രഷ് വാട്ടർ ഫിഷോ, ഫ്രഷ് വാട്ടർ മീൻസ് നമ്മളിപ്പോൾ വീട്ടിൽ വളർത്തുക മീൻസ് നമ്മുടെ പോണ്ടിൽ ടാങ്കിലൊക്കെ വളർത്തുന്ന രോഹു, കറ്റ്ല, മഗൂർ, ഇങ്ങനെ ചില ഇതുണ്ട്, കോമൺ കാർപ്പൊക്കെ. ഓക്കെ, അപ്പോൾ രോഹു എന്ന് പറയുന്നത് കറ്റ്ല ഫിഷ്, അല്ലെങ്കിൽ ക്ലാരിയസ് എന്ന് പറയുന്ന മഗൂർ എന്ന് പറയുന്ന ഫിഷൊക്കെ എന്താണ്, ഫ്രഷ് വാട്ടർ ഫിഷാണ് ഓസ്റ്റിക്തേസിന്. അക്വേറിയം ഫിഷ് ആണെങ്കിൽ ഫൈറ്റിംഗ് ഫിഷ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഏഞ്ചൽ ഫിഷ് എന്നൊക്കെ, ഇതൊക്കെ എല്ലാം ഓസ്റ്റിക്തേസാണ്. അപ്പോൾ ഡിഫറെൻറ്റ് കണ്ടീഷനിൽ അവ ജീവിക്കുന്നേ ഉള്ളൂ, അതാണ് വ്യത്യാസം. ഇതാണ് ഒരു ഫിഷിൻ്റെ ഡിഫറെൻറ്റ് പാർട്ട്. എന്താണ്, നിങ്ങൾ ജസ്റ്റ് എല്ലാ ഭാഗവും നോക്കണമെന്നില്ല, നമ്മുടെ മറ്റു ഭാഗം കമ്പയർ ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് അതിൻ്റെ ഫിൻസ് മാത്രം നോക്കാം. ഇതാണ് കോഡൽ ഫിന്ന്, വാലിൻ്റെ ഭാഗത്തെ ഫിന്ന്. ഇത് ഡോർസൽ ഫിന്ന്. പിന്നെ കാലിൻ്റെ ഭാഗത്തായിട്ട് ഇത് ബേക്കാണ്ട് ആനൽ ഫിന്നുണ്ട്. പിന്നെ ഇവിടെ പെൽവിക് ഫിന്ന്. അങ്ങനെ ആ രീതിയിൽ ഫിൻസ്, അതായത് നമ്മൾ എന്ത് പറഞ്ഞു, ലോക്കോമോട്ടറി സ്ട്രക്ചേഴ്സാണ് ഫിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അതിൽ പറയുന്ന മറ്റൊരു കാര്യം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, സബ്ഫൈലം വെർട്ടിബ്രേറ്റയുടെ ഡിവിഷൻസാണ് പഠിക്കുന്നത്. ആദ്യം അഗ്നാത്ത, അതിൽ ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് ഗ്നാത്തോസ്റ്റൊമാറ്റയിൽ സൂപ്പർ ക്ലാസ് പിസസിൽ കോൺട്രിക്തേസും ഓസ്റ്റിക്തേസും. അപ്പോൾ നോട്ട് എങ്ങനെ എഴുതാൻ പറ്റും, ഇതിൻ്റെ കോൺട്രിക്തേസും ഓസ്റ്റിക്തേസിൻ്റെയും പോയിൻ്റ് നിങ്ങൾ എങ്ങനെ നോട്ട് എഴുതാൻ വേണ്ടി പറ്റും. നോട്ട് കൃത്യമായിട്ട് ഓരോ പോയിന്റിലായിട്ട് എഴുതുക. എങ്ങനെ ഒരു പോയിന്റ് എഴുതാൻ പറ്റും, കോൺട്രിക്തേസിൻ്റെ ഓരോ പോയിന്റ്. ഇപ്പോൾ മറൈൻ, രണ്ടാമത്തെ പോയിന്റ് കാർട്ടിലേജ് എൻഡോസ്കെലിറ്റൺ, വെൻട്രൽ മൗത്ത്, ഗിൽ സ്ലിറ്റ് വിത്തൗട്ട് ഓപ്പർക്കുലം, അതേപോലെ സ്കിൻ വിത്ത് പ്ലാക്കോയിഡ് സ്കെയിൽസ്, നോ എയർ ബ്ലാഡർ. കൃത്യമായിട്ട് പോയിന്റ് ഉണ്ട് അവിടെ. ആ പോയിന്റ് ആദ്യം കോൺട്രിക്തേസിന് എഴുതുക, അതിൻ്റെ പോയിന്റ് എഴുതുക, എക്സാമ്പിൾ എഴുതുക. പിന്നെ ഓസ്റ്റിക്തേസിന് എഴുതുക, അതിൻ്റെ പോയിന്റ് എഴുതുക, എക്സാമ്പിൾ എഴുതുക. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഈ ഒരു വീഡിയോ നമ്മൾ പഠിക്കുന്ന സൂപ്പർ ക്ലാസ് പിസസും അതേപോലെ തന്നെ സൈക്ലോസ്റ്റൊമാറ്റ 3 ക്ലാസ് പഠിച്ചു നമ്മൾ. അതൊക്കെയാണ് ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ, ക്ലാസ് കോൺട്രിക്തേസ്, ക്ലാസ് ഓസ്റ്റിക്തേസ്. ഓക്കെ, ഈ ടോപ്പിക്കിൽ നിന്ന് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഒന്ന്, ഡിഫറൻസസ് ബിറ്റ്വീൻ കോൺട്രിക്തേസും ഓസ്റ്റിക്തേസും ചോദിക്കും. മറ്റൊരു പോയിന്റ് വരും, എന്താണ്, വാട്ട് ആർ ദ സ്വിമ്മിങ് അഡാപ്റ്റേഷൻസ് ഓഫ് ഫിഷസ്. വെള്ളത്തിൽ ജീവിക്കാൻ ഫിഷിനുള്ള അഡാപ്റ്റേഷൻ എന്തൊക്കെയാണ് എന്നൊരു ചോദ്യം വരാറുണ്ട്. എന്തൊക്കെയാണ് പറയാം നമുക്ക്, പ്രസൻസ് ഓഫ് ഫിൻസ് പറയാം. പിന്നെയോ പ്രസൻസ് ഓഫ് ഗിൽ റെസ്പിറേഷനാണ്. അതേപോലെ തന്നെ എയർ ബ്ലാഡർ പറയാം. അവിടെ ബോട്ട് ഷേപ്പ്ഡ് ബോഡി, ഇങ്ങനെ ചില പോയിന്റുകളുണ്ട്. ആ പോയിന്റുകളാണ് ഫിഷസിൻ്റെ അക്വാറ്റിക് അഡാപ്റ്റേഷനിൽ വരുന്ന കാര്യം. ഓക്കെ.